ടെക്നിക്കൽ സൈഡ് നല്ല ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഇൻറ്റൻസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പം ചെറുതായിട്ടൊരു ഫ്ലോ പോകുന്നുണ്ടോ എന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് എസ്പെഷ്യലി എഡിറ്റിംഗ് സൂപ്പറായിരുന്നു. അങ്ങനെ എൻഗേജിങ് ആയിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത വൺ ടൈം വാച്ച് വന്നു. അതെപ്പോഴും പോലെ സൂപ്പർ. ഒരു രക്ഷയില്ല. തുടക്കം മുതലേ സസ്പെൻസും ആക്ഷനും ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു പീക്ക് ലെവലിൽ കൊണ്ടുവന്ന് ഒരു സാറ്റിസ്ഫൈങ് ക്ലൈമാക്സ് തന്നിട്ടുണ്ട്. അടിപൊളി. രാജുവേട്ടൻ അടിപൊളി. തുടക്കം തൊട്ട് അവസാനം വരെ സസ്പെൻസും ആക്ഷനും ഒക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു പീക്ക് ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫൈങ് ക്ലൈമാക്സും കിട്ടിയിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ പടം. ഇമോഷണലായിട്ട് ഒരു ഫാമിലിയായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് വരുന്നുണ്ട്. ഇമോഷണലായിട്ട് വരുന്നുണ്ട്. എല്ലാത്തിനുപരി ഇത്രയും നാൾ ഇറങ്ങിയതിൽ വെച്ചൊരു ട്വിസ്റ്റായിട്ടുള്ളൊരു പടമായിരുന്നു. എങ്ങനെയുണ്ട് പെർഫോമൻസ് വൈസ്? ഒത്തിരിയാഴ്ച അന്ന് എന്നും ഒന്ന് തന്നെ, ഒരു മാറ്റമില്ല. നല്ല മൂവി. സൊസൈറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് ഇൻവോൾവ് ചെയ്ത് പൊളിറ്റിക്കൽ പരമായിട്ട് കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയാണ് സിനിമ. അത് പിന്നെ അഭിനയം പിന്നെ പറയണ്ടല്ലോ. സൂപ്പർ. കൊള്ളത്തില്ലേ? നല്ല കോമ്പിനേഷൻ ആയിരുന്നു. പാർവതി ആസ് യൂഷ്വൽ നല്ല അഭിനയമാണ്. കുറച്ച് ഫാമിലി വരുന്ന സമയത്ത് കുറച്ച് ഇമോഷണൽ ഡ്രാമ വരും. കുഴപ്പമില്ല, കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കിടില. ഒന്നും പറയാം. മേക്കിംഗ് ആണ് ഇതിൻ്റെ ഈ പടത്തിൻ്റെ മെയിൻ. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, മ്യൂസിക്, JXBGയുടെ മ്യൂസിക് ഒരു രക്ഷയില്ല. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും മേക്കിംഗ് വൈസ് ഈ പടം കിടിലമാണ്. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ആയാലും ബാക്കി എല്ലാ ആസ്പെക്റ്റിലും എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ ആവാറപ്പോൾ കുറച്ചൊന്ന് ലാഗ് ഉണ്ട്. പക്ഷേ മേക്കിംഗ് വൈസ് നമ്മൾ ചില ഷോട്ടൊക്കെ ഉണ്ട് മുമ്പ് ഇത് എങ്ങനെ എടുത്തെന്ന് നമുക്ക് തോന്നിപ്പോകും. ആ ലെവൽ മേക്കിംഗ് വൈസ് ഒന്നും പറയല്ല. നൈസ് പടം ബ്രോ. കൊള്ളാം. പൃഥ്വിരാജിന്റെ പീക്ക് ആക്ടിങ്. ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് ഞാൻ എല്ലാ സിനിമകളും ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുന്നതാണ്. എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ കാണണമെന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഈ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുണ്ടാകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിസാം ബഷീർ എന്ന് പറയുന്ന സംവിധായകൻ ഈ സിനിമ എടുത്തിട്ടുള്ള രീതികളെ കുറിച്ചാണ്. കാരണം ആർട്ടിസ്റ്റുകളെ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഒരു കൺസെപ്റ്റ് എങ്ങനെ മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്യണമെന്നും അതെങ്ങനെ എല്ലാ ജോണറിലും ഞാൻ ഏറ്റവും രസം പറഞ്ഞാൽ പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയാലുള്ളൊരു സന്തോഷമുണ്ടെന്ന്. എല്ലാ ജോണറും ഒരു കഥ എങ്ങനെ ഏതെല്ലാം വഴികളിലൂടെയാണ് ഇത് പോകുന്നത് എന്ന് ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മനസ്സിലാക്കുന്നതാണ്. കാരണം ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഈ സിനിമ കാണുന്നത്. ഞാൻ അഭിനയിച്ചു എന്നുള്ളൊരു അഭിനേതാവായിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ജനത്തിന് ഇഷ്ടപ്പെടും. ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത്. പടം കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും നേരം ഇറങ്ങി പുറത്ത് മുകളിൽ നിന്നപ്പോഴും ഒരുപാട് ആളുകൾ എന്നോട് സംസാരിച്ചിരുന്നു. സന്തോഷമുണ്ട്. കൊള്ളായിരുന്നു ബ്രോ, കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗ് ആയിരുന്നു, ബാക്കി കുഴപ്പമില്ല. അല്ലല്ല, അവരുടെ കെമിസ്ട്രി ഓക്കെ, പക്ഷേ സിനിമ ഇച്ചിരി ഡൗൺ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഡൗൺ ആയിരുന്നു. പാർവതി കൊള്ളായിരുന്നു. അടിപൊളി പടമായിരുന്നു. നല്ല പടമായിരുന്നു. എന്ത് തോന്നി? എടുത്ത് പറയാൻ തോന്നി. പൃഥ്വിരാജിന്റെ പൊളിയാക്കി. ആക്ടിങ് കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. സൂപ്പറായിരുന്നു. സൂപ്പർ നല്ല വന്ന് കാണാം. പൃഥ്വിരാജ് ടോപ്പ് വന്ന് കണ്ടാലോ. കിടിലം പടമാണ്. പൃഥ്വിരാജ് കലക്കി. സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് ഇതിൽ ലാഗ് ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം കിടിലം. പൈസ പോകുന്നുള്ള ഭാഗമാക്കി കൊള്ളത്തില്ലായിരുന്നു. ഒട്ടി കൊള്ളത്തില്ല. ലാഗുണ്ട്, ചെറിയ ലാഗ്. പക്ഷേ 3 മണിക്കൂർ കുഴപ്പമില്ല. ചെറിയ ലാഗുണ്ട്. സിനിമ വെറുതെ പൈസ പോകും. വെറുതെ സമയം കളയാൻ എന്തിനാ വെറുതെ. അടിപൊളി പടം. കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. നല്ലതായിരുന്നു സിനിമ. കുട്ടികളുടെ അഭിനയമാണ് കൂടുതൽ ഇഷ്ടം. അടിപൊളി സിനിമ. പിന്നെ അശോകൻ്റെ ക്യാരക്ടറൊക്കെ ഉള്ള നല്ല സിനിമ. പൃഥ്വിരാജിൻ്റെ
സ്റ്റണ്ട് സിനിമ മൊത്തത്തിൽ നല്ല അടിപൊളി സ്റ്റണ്ട് ആക്ഷനൊക്കെ ഉള്ള കോമഡിയൊക്കെ ചെറിയ കോമഡി പൃഥ്വിരാജ് നല്ല അഭിനയം.